നമസ്കാരം. സർക്കാർ സർവീസിൽ 20 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ഒരാൾക്ക് റിട്ടയർമെന്റ് ഏജ് ആകുന്നതിന് മുമ്പ് തന്നെ സ്വയം വിരമിക്കാനുള്ള അനുവാദം KSRൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പലവിധ കാരണങ്ങളാൽ ഒരാൾ സ്വമേധയാ വിരമിക്കാറുണ്ട്. എന്തൊക്കെയാണ്? ഇപ്പോൾ സർക്കാർ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ കൂടിയ വരുമാനം ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അപ്പോൾ അതൊരു ജോലിയാകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആകാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ VRS എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ വാങ്ങുക, മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുക, പുതിയ അവസരത്തിലൂടെ ലഭിക്കുന്ന ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നോ ഉള്ള കൂടിയ വരുമാനം ലക്ഷ്യമാക്കുന്നവർക്ക് VRS എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ പെൻഷൻ ആകുമ്പോൾ ലഭിക്കുന്ന DCRG, കമ്മ്യൂട്ടേഷൻ, അതുപോലെ ടെർമിനൽ സറണ്ടർ, ഇതെല്ലാം ചേർത്ത് നല്ലൊരു തുകയായിരിക്കും കയ്യിൽ വരുന്നത്. ഈ തുക ഉപയോഗിച്ച് ഒരു ബിസിനസ് ആരംഭിക്കാൻ, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ ചെലവുകൾ നിർവഹിക്കാൻ അങ്ങനെ ആഗ്രഹമുള്ളവർക്കും VRS എടുക്കാം. ശാരീരിക അവശതകൾ മൂലം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തുടരാൻ കഴിയാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത് ചിലപ്പോൾ ഗുരുതരമായ രോഗങ്ങളാകാം, അംഗവൈകല്യമാകാം. അങ്ങനെയുള്ളവർക്കും 20 വർഷത്തെ സർവീസ് പൂർത്തിയായാൽ VRS എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് VRS എടുക്കാനുള്ള സാഹചര്യങ്ങൾ. VRSനെ റിട്ടയറിംഗ് പെൻഷൻ എന്ന വാക്കുകൊണ്ടാണ് KSRൽ സൂചിപ്പിച്ചിരിക്കുന്നത്. VRS എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് KSRൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പിന്നീട് പലപ്പോഴായി സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവുകളും ഒക്കെ ബേസ് ചെയ്താണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. വർക്കിംഗ് ക്ലാസിന്റെ ഓരോ വീഡിയോയ്ക്ക് പിന്നിലും നല്ല രീതിയിലുള്ള റെഫറൻസുകൾ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ നോൺ ഫേസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ വീഡിയോ കൂടുതൽ ആകർഷണീയമാക്കാൻ ഗ്രാഫിക്സുകളാണ് കൂടുതലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ വീഡിയോയ്ക്ക് പിന്നിലും ഒരുപാട് അധ്വാനം ആവശ്യമുണ്ട്. ഒരുപാട് സമയമെടുത്താണ് ഓരോ വീഡിയോയും വർക്കിംഗ് ക്ലാസ് പുറത്തിറക്കുന്നത്. എന്നാൽ ആ അധ്വാനത്തിന് ആനുപാതികമായി സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ ലൈക്കുകളിലോ ഒന്നും വർധനവില്ല. വീഡിയോ കാണുന്നവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നതിനുമുള്ള സന്മനസ് കൂടി കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവീസ് റൂൾസിന്റെ വോളിയം 2 പാർട്ട് 3 റൂൾ 56ലാണ് VRSുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകൾ പറഞ്ഞിട്ടുള്ളത്. 20 വർഷത്തെ സേവനം പൂർത്തിയാക്കിയിട്ടുള്ള ഒരാൾക്കാണ് VRS എടുക്കാനുള്ള യോഗ്യത എന്ന് നമ്മൾ പറഞ്ഞു. ഈ 20 വർഷത്തെ സേവനം എന്ന് പറയുന്നത് അയാളുടെ ക്വാളിഫയിങ് സർവീസ് ആയിരിക്കണം. ഇപ്പോൾ 20 വർഷം ജോലി ചെയ്തു എന്ന് വെച്ചിട്ട് അതിൽ ഒരു 2 വർഷം LW എടുത്തു, വിത്തൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ലീവ് ഒരിക്കലും ക്വാളിഫയിങ് സർവീസിൽ കൂട്ടില്ല. അപ്പോൾ അത് 18 വർഷമേ ഉള്ളൂ. അപ്പോൾ നെറ്റ് ക്വാളിഫയിങ് സർവീസ് ആയിരിക്കണം 20 വർഷമെന്ന് പറയുന്നത്. എന്താണ് ക്വാളിഫയിങ് സർവീസ് എന്നെല്ലാം ഉള്ള ഒരു വിശദമായ വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതൊന്ന് കണ്ടിരിക്കണം. അതിൽ ക്വാളിഫയിങ് സർവീസിനെ കുറിച്ചും പെൻഷൻ കാൽക്കുലേഷനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ക്വാളിഫയിങ് സർവീസാണ് 20 വർഷമെന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിലുള്ള പെൻഷൻ കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമ്മുടെ ക്വാളിഫയിങ് സർവീസിൽ നമുക്ക് ചില റൗണ്ടിങ് ഒക്കെ നടക്കാറുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. അത് റൂൾ 57ലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മിനിമം പെൻഷൻ ലഭിക്കണമെങ്കിൽ 10 വർഷത്തെ സർവീസ് വേണം. 9 വർഷവും 1 ദിവസവും ജോലി ചെയ്താൽ അതിനെ 10 വർഷമായി പരിഗണിച്ചാണ് മിനിമം പെൻഷൻ നൽകാറുള്ളത്. അപ്പോൾ അതൊരു റൗണ്ടിങ് ആണ്. മാക്സിമം പെൻഷൻ കിട്ടാനുള്ള ക്വാളിഫയിങ് സർവീസ് എന്ന് പറയുന്നത് 30 വർഷമാണ്. ഇപ്പോൾ ഒരാൾ 29 വർഷവും 1 ദിവസവുമേ ജോലി ചെയ്തുള്ളൂവെങ്കിലും അതിന് 30 വർഷമായി പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ റൗണ്ട് ചെയ്തുകൊണ്ടാണ് ഫുൾ പെൻഷൻ നൽകുന്നത്. DCRGക്കാണെങ്കിൽ 33 വർഷമാണ് മാക്സിമം DCRG കിട്ടാനുള്ള ക്വാളിഫയിങ് സർവീസ്. അത് 32 വർഷവും 1 ദിവസവും ഉണ്ടെങ്കിൽ തന്നെ അതിനെ 33 വർഷമായിട്ട് പരിഗണിക്കും. ആ രീതിയിൽ 19 വർഷവും 1 ദിവസവും കൂടി ഒരാൾക്ക് സർവീസ് ഉണ്ടെങ്കിൽ അയാൾക്ക് VRS എടുക്കാനുള്ള ക്വാളിഫയിങ് സർവീസായിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുമോ? ഇല്ല. അയാൾ 20 വർഷവും പൂർത്തിയാക്കിയാൽ മാത്രമേ അത് ക്വാളിഫയിങ് സർവീസായിട്ട് പരിഗണിക്കൂ. അല്ലാതെ ഈ സാധാരണ രീതിയിൽ നടക്കുന്ന പെൻഷൻ കാൽക്കുലേഷനുള്ള റൗണ്ടിങ് VRSന് വേണ്ടിയിട്ടുള്ള ക്വാളിഫയിങ് സർവീസ് നോക്കുമ്പോൾ പരിഗണിക്കില്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. VRSനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പല സർക്കുലറുകളുണ്ട്, ഉത്തരവുകളുണ്ട്. അതിൽ ഏറ്റവും അവസാനമായ ഒരു ഉത്തരവ് വന്നത് 2022ലാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയെപ്പറ്റിയും അങ്ങനെ സമർപ്പിക്കപ്പെട്ട ഒരു അപേക്ഷയിൽ എടുക്കേണ്ട നടപടികളെക്കുറിച്ചും, അതായത് ഒരു ഓഫീസിലാണ് സമർപ്പിക്കുന്നത്, ആ ഓഫീസ് മേലധികാരി എന്തൊക്കെ നടപടികളാണ് ആ അപേക്ഷയിൽ എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായി പരിശോധിച്ച ശേഷം VRSന്റെ അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഒരു ജീവനക്കാരൻ VRSനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് അയാളുടെ അപ്പോയിന്റിംഗ് അതോറിറ്റിക്കാണ്, നിയമനാധികാരിക്ക്. അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് ഓഫീസ് മേലധികാരിയാണ് പ്രോപ്പർ ചാനലിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു VRSനുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ
ഓഫീസ് മേലധികാരിക്കാണിത് നൽകേണ്ടത്. ഓഫീസ് മേലധികാരി ഇതിനൊരു കവറിംഗ് ലെറ്റർ സഹിതം നിയമനാധികാരിക്ക് അയച്ചു കൊടുക്കും. നിയമനാധികാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ആരാണോ സൈൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ് നമ്മുടെ നിയമനാധികാരി എന്ന് പറയുന്നത്. അപ്പോൾ നിയമനാധികാരിക്ക് ഈ അപേക്ഷ ലഭിക്കുമ്പോൾ അദ്ദേഹമാണ് അപേക്ഷ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടത്. എന്നു മുതലാണോ VRS എടുക്കാൻ താല്പര്യപ്പെടുന്നത് അതിനും 3 മാസം മുമ്പ് തന്നെ ഈ അപേക്ഷ കൊടുത്തിരിക്കണം. ഉദാഹരണമായി എനിക്ക് മെയ് 31 വരെ ജോലി ചെയ്താൽ മതി. ജൂൺ 1 മുതൽ എനിക്ക് VRS എടുക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ഈ ജൂൺ 1-നും 3 മാസം മുമ്പ്, അതായത് മിനിമം മാർച്ച് 1-ന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം? ഈ അപേക്ഷ നൽകിയിരിക്കണം. കാരണം മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഈ 3 മാസത്തിന് മുമ്പ് തന്നെ ഞാൻ അപേക്ഷ നൽകിയിരിക്കണം. കൃത്യം മാസ അവസാനം മാത്രമേ എനിക്ക് വിരമിക്കാൻ കഴിയുകയുള്ളൂ എന്നില്ല. സാധാരണ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഏത് മാസമാണോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ആ മാസത്തിന്റെ അവസാനമാണ് നമ്മൾ വിരമിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ജനുവരി 10 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് വിരമിച്ചാൽ മതി? ജനുവരി 31 വിരമിച്ചാൽ മതി. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ജൂൺ 5 തൊട്ടാണ് വിരമിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ജൂൺ 5 തൊട്ട് തന്നെ വിരമിക്കാം. അപ്പോൾ 5 വരെയുള്ള ശമ്പളമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് പെൻഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിന് ഈ മാസ അവസാനം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. ഏത് ദിവസവും, മാസത്തിലെ ഏത് ദിവസവും നമുക്ക് VRSനുള്ള അപേക്ഷ നൽകാനും VRS എടുക്കാനും സാധിക്കും. അപ്പോൾ ഈ 3 മാസത്തിനകം എൻ്റെ അപേക്ഷയിൽ ഒന്നുകിൽ നിരസിക്കാം, അല്ലെങ്കിൽ എനിക്ക് VRS എടുക്കാനുള്ള അനുവാദം തരാം. ഇത് രണ്ടും നടന്നില്ല എങ്കിൽ ഞാൻ ആ ഉദ്ദേശിച്ച തീയതി, ഞാൻ എന്നാണോ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് ആ തീയതിയിൽ തന്നെ ഞാൻ VRSലേക്ക് പ്രവേശിച്ചതായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ ഒന്നുകിൽ നിരസിക്കാം, അല്ലെങ്കിൽ സാങ്ഷൻ ചെയ്യാം. ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ, ഇപ്പോൾ നിയമനാധികാരിയാണത് ചെയ്യേണ്ടത്. നിയമനാധികാരി ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ VRS എന്നോട്ടാണോ എടുക്കുന്നത് അന്നോട്ടുള്ള ശമ്പളം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അന്നോട്ട് അദ്ദേഹം ജോലിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ആ ദിവസങ്ങളിലെ, ആ പീരീഡുകളിലെ ശമ്പളം കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് അധികമാണ്. അയാൾക്ക് ആക്ച്വലി എന്തിനാണ്? പെൻഷനാണ് അർഹതയുള്ളത്. ആ സമയത്തുള്ള ശമ്പളവും അലവൻസുകളും കൂടി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അധികമായി വരുന്ന തുക ഈ നിയമനാധികാരി ആരാണോ വീഴ്ച വരുത്തിയത് അദ്ദേഹം തന്നെ അത് പേഴ്സണലായിട്ട് കൊടുക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലയബിലിറ്റി ആയിട്ട് അത് ഫിക്സ് ചെയ്യുമെന്നാണ് അർത്ഥം. അതുപോലെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ താമസിക്കുമ്പോൾ, ഇപ്പോൾ കമ്മ്യൂട്ടേഷൻ താമസിച്ചു, അല്ലെങ്കിൽ DCRG ലഭിക്കാൻ താമസിച്ചു, ശരിക്കും ആ ഒരു പീരീഡിൽ അദ്ദേഹത്തിന് പലിശയ്ക്ക് അർഹതയുണ്ട്. ഈ ഇൻട്രസ്റ്റ് കൂടി നൽകാൻ ആരാണ് ബാധ്യതപ്പെട്ടത്? ഈ താമസിപ്പിച്ച ഉദ്യോഗസ്ഥനാണ് അതിന് ബാധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അപേക്ഷ ലഭിച്ചാൽ 3 മാസത്തിനകം അതിനകത്ത് തീരുമാനമെടുത്തിരിക്കണം. ഇത്രയേ ഉള്ളൂ ചുരുക്കത്തിൽ. അതിലൂടെ ഉണ്ടാകുന്ന എന്തെങ്കിലും കാലതാമസത്തിലൂടെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അധികമായി തുക നൽകേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പലിശ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ പലിശ അല്ലെങ്കിൽ ആ തുക ആരാണോ വീഴ്ച വരുത്തിയത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കും. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലൊരു ഉത്തരവ് 2022 പുറപ്പെടുവിച്ചത്. ഈ 3 മാസത്തെ നോട്ടീസ് പീരീഡ് ഇല്ലാതെ ഒരു അപേക്ഷ ലഭിച്ചാൽ, ഇപ്പോൾ മെയ് 31 എനിക്ക് വിരമിക്കണം, അങ്ങനെയാണെങ്കിൽ ഞാൻ മാർച്ച് 1 അപേക്ഷ കൊടുക്കണമെന്നാണല്ലോ പറയുന്നത്. എന്നാൽ മാർച്ച് 10 ഞാൻ അപേക്ഷ നൽകിയത്. അപ്പോൾ ശരിക്കും 3 മാസത്തെ സമയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വേറൊന്നും നോക്കണ്ട, കണ്ണും പൂട്ടി അപേക്ഷ നിരസിക്കാം. പക്ഷേ അത് ഈ അപേക്ഷ ലഭിച്ച് 5 പ്രവൃത്തി ദിവസങ്ങൾക്കകത്ത് തന്നെ ഈ അപേക്ഷ നിരസിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ നടപടി ഇതൊക്കെ നേരിടുന്ന ജീവനക്കാരൻ VRSന് അപേക്ഷ നൽകിയാൽ വ്യക്തമായ കാരണം കാണിച്ച് ഇദ്ദേഹം ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ഈ അപേക്ഷ സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞ് അത് നിരസിച്ചിരിക്കണം. അത് 7 വർക്കിംഗ് ഡേയ്സിനകത്താണ് നിരസിക്കേണ്ടത്. ഇത് തന്നെയാണ് ഒരു വിജിലൻസ് അന്വേഷണം നേരിടുന്ന ജീവനക്കാരൻ്റെ കാര്യത്തിലുമുള്ളത്. 7 ദിവസത്തിനകം അദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിച്ചിരിക്കണം. സർക്കാരിലേക്ക് ബാധ്യത അടയ്ക്കാൻ ബാക്കിയുള്ള ആൾക്കാർ അപേക്ഷ സമർപ്പിച്ചാലും ഈ പറയുന്ന 7 ദിവസത്തെ കാലാവധിയുണ്ട്. ഈ 7 ദിവസത്തെ കാലാവധിക്കകത്ത് തന്നെ ഈ അപേക്ഷ നിരസിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ വിജിലൻസ് എൻക്വയറി, അതുപോലെ ഡിസിപ്ലിനറി ആക്ഷൻസ്, ഏതെങ്കിലും രീതിയിലുള്ള ജുഡീഷ്യൽ നടപടി ഇതൊക്കെ നേരിടുന്നവർക്ക് VRSനുള്ള അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ 20 വർഷം ക്വാളിഫയിങ് സർവീസ് ഇല്ലാത്ത ഒരു നോൺ ഗസറ്റഡ് ജീവനക്കാരൻ VRSനുള്ള അപേക്ഷ സമർപ്പിച്ചാൽ അത് നിരസിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ആ ഓഫീസ് മേലധികാരിക്ക് തന്നെ അത് നിരസിക്കാം. കാരണം ഇദ്ദേഹത്തിന് 20 വർഷത്തെ ക്വാളിഫയിങ് സർവീസ് ഇല്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിക്കുന്നു. എന്നാൽ ഇതൊരു ഗസറ്റഡ് ജീവനക്കാരൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് നിരസിക്കാനുള്ള അവകാശം നിയമന അധികാരിക്കാണ്. ഗസറ്റ് ജീവനക്കാരനെ ആരാണോ നിയമിച്ചത് അദ്ദേഹത്തിന് മാത്രമേ ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിക്കാനുള്ള അവകാശവുമുള്ളൂ. ഇപ്പോൾ VRSന് സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണോ എന്നൊരു സംശയം. അങ്ങനെ സംശയം വേണ്ട. സർക്കാരിൻ്റെ അനുമതി ആവശ്യമില്ല. നിയമനം നടത്താൻ അധികാരമുള്ള ഉദ്യോഗസ്ഥന് തന്നെ VRSൻ്റെ അപേക്ഷയിലും തീരുമാനമെടുക്കാൻ കഴിയും. നിയമനാധികാരി ഈ അപേക്ഷ AGക്കാണ് സമർപ്പിക്കുന്നത്. VRSനുള്ള അപേക്ഷ നൽകാനുള്ള ഓപ്ഷൻ
പ്രിസത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. AGയുടെ സർവീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് VRS സാങ്ഷനാക്കി നൽകുന്നത്. അപ്പോൾ അതിനാദ്യം AGയിൽ നിന്നും സർവീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ഈ രീതിയിൽ എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ സാങ്ഷൻ നൽകുന്നത് താമസിച്ചാലും എന്ത് ചെയ്യണം? പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പലിശ കൊടുക്കേണ്ടി വരും. ഈ പലിശയ്ക്ക് ആരാണ് കൊടുക്കേണ്ടത്? ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥൻ തന്നെ നൽകണം. ഇപ്പോൾ VRSനുള്ള അപേക്ഷ അയച്ചു, അത് സാങ്ഷനായി വന്നാൽ 3 മാസത്തെ സമയമാണ് തന്നിരിക്കുന്നത്. ഈ 3 മാസത്തിനകം തന്നെ നമ്മൾ പ്രിസം വഴി AGയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിരിക്കണം. അങ്ങനെ 3 മാസത്തിനകം പെൻഷനുള്ള അപേക്ഷ സമർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ഈ ഓഫീസ് മേലധികാരി അപേക്ഷകന് രേഖാമൂലം നൽകേണ്ടതാണ്. അതുവച്ചാണ് അദ്ദേഹം പ്രിസത്തിലൂടെ VRSനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ അപേക്ഷ നൽകിയ ഒരാൾ അദ്ദേഹത്തിന് VRS അനുവദിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് 3 മാസത്തെ നോട്ടീസ് പീരീഡിനകത്ത് ഒരു അപേക്ഷ നൽകി. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു മനംമാറ്റം ഉണ്ടാവുകയാണ്. വേണ്ട, എനിക്ക് VRS എടുക്കണ്ട എന്ന് വന്നു കഴിഞ്ഞാൽ ഈ 3 മാസത്തിനകം തന്നെ അദ്ദേഹം അപേക്ഷ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് കൂടി മേലധികാരിക്ക് നൽകണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു റെക്കമെൻഡേഷൻ കൂടി രേഖപ്പെടുത്തി നിയമനാധികാരി വകുപ്പ് തലവൻ മുഖാന്തിരം സർക്കാരിനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇദ്ദേഹം ഇങ്ങനെ VRSനുള്ള അപേക്ഷ സമർപ്പിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ആ VRSനുള്ള അപേക്ഷ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു കത്ത് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ VRSന് വേണ്ടിയുള്ള അപേക്ഷ നിരസിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനാണ് നിയമനാധികാരി പിന്നീട് കത്തയക്കാനുള്ളത്. ഈ കാണുന്ന ഫോമിലാണ് അപേക്ഷ നൽകേണ്ടത്. ഇതിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. VRS എടുക്കുന്നവർക്ക് പരമാവധി 5 വർഷം വരെ സർവീസ് വെയിറ്റേജ് ലഭിക്കും. ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നത് ഞാൻ 56 വയസ്സിലാണെങ്കിലും 51 വയസ്സിൽ ഞാൻ അപേക്ഷിക്കുകയാണ്, എനിക്ക് VRS വേണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം 5 വർഷം വരെ വെയിറ്റേജ്, അതായത് 51+5 56 വയസ്സ് വരെ ഞാൻ ജോലി ചെയ്താൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളായിരിക്കും എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ മാക്സിമം 5 വർഷം വരെയുള്ള വെയിറ്റേജ്. 51 വയസ്സിലായതുകൊണ്ടാണ് 56 വയസ്സ് വരെ പോയത്. എന്നാൽ ഞാൻ 53 വയസ്സിലാണ് അപേക്ഷിക്കുന്നത് എങ്കിൽ എനിക്ക് ഈ 5 വർഷം കിട്ടില്ല. കാരണം 3 വർഷം കൂടി വെയിറ്റേജ് വരുമ്പോൾ തന്നെ ഇത് 56 വയസ്സാകും. അപ്പോൾ അവിടെ എനിക്ക് 3 വർഷത്തെ സർവീസ് വെയിറ്റേജാണ് ലഭിക്കുന്നത്. ആ 3 വർഷത്തെ വെയിറ്റേജ് കൂടി കണക്കാക്കിയായിരിക്കും എൻ്റെ പെൻഷൻ കാൽക്കുലേഷൻ നടക്കുന്നത്. ഇപ്പോൾ 54 വയസ്സിൽ ഒരാൾ അപേക്ഷിക്കുകയാണെങ്കിൽ 2 വർഷത്തെ സർവീസ് വെയിറ്റേജാണ് ലഭിക്കുന്നത്. ഇപ്പോൾ 45 വയസ്സിലാണ് ഒരാൾ അപേക്ഷിക്കുന്നതെങ്കിൽ 45ഉം 5 വർഷത്തെ വെയിറ്റേജ് കിട്ടും. അതായത് 50 വയസ്സ് വരെ അയാൾക്ക് വെയിറ്റേജ് കിട്ടും. ഈ 50 വയസ്സിൽ അയാൾ വിരമിക്കുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങളാണ്. അവിടെ കമ്മ്യൂട്ടേഷൻ ഫാക്ടറൊക്കെ മാറും. അപ്പോൾ 56 വയസ്സിലുള്ള കമ്മ്യൂട്ടേഷൻ ഫാക്ടർ അല്ല 50 വയസ്സിലോ അല്ലെങ്കിൽ 45 വയസ്സിലോ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം വിശദമായി കമ്മ്യൂട്ടേഷൻ ഫാക്ടറിനെ കുറിച്ചെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കാത്തത്. അപ്പോൾ ഈ രീതിയിൽ 5 വർഷത്തെ സർവീസ് വെയിറ്റേജ് നമുക്ക് VRSന് ലഭിക്കുമെന്ന് മനസ്സിലാക്കുക. ഈ സർവീസ് വെയിറ്റേജ് 5 വർഷം വരെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഈ 5 വർഷം വരെയുള്ള ഓരോ വർഷത്തെയും ഇൻക്രിമെൻ്റ് ആഡ് ചെയ്തു പോകുമോ? ഇല്ല. ഇയാൾ ഏത് ദിവസം വരെയാണോ സർവീസിലുണ്ടായിരുന്നത് ആ ദിവസം മുതൽ പുറകിലോട്ട് 10 മാസത്തെ സാലറി എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുത്താണ് ആവറേജ് എമൗണ്ട്മെൻറ്റ്സ് കണക്കാക്കുന്നത്. അല്ലാതെ ഇയാൾക്ക് 5 വർഷം സർവീസ് വെയിറ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ ഈ 5 വർഷത്തേക്ക് ഓരോ വർഷവും ഓരോ ഇൻക്രിമെൻ്റ് കൊടുത്ത് അങ്ങനെ 56 വയസ്സ് വരെ അല്ലെങ്കിൽ ഈ 5 വർഷത്തെ വെയിറ്റേജ് തീരുന്നവരെയുള്ള ഇൻക്രിമെൻ്റ് കൊടുത്തിട്ടല്ല കണക്കാക്കുന്നത്. അവിടെ ഇൻക്രിമെൻ്റ് കൊടുക്കാതെ എന്നാണോ ഇയാൾ VRS എടുക്കുന്നത് അന്ന് വരെയുള്ള സാലറി കണക്കാക്കിയായിരിക്കും ആവറേജ് എമൗണ്ട്മെൻറ്റ്സ് കണക്കാക്കുന്നത്. ആകെ കിട്ടുന്നത് സർവീസ് വെയിറ്റേജ് ആണ്. അപ്പോൾ ക്വാളിഫയിങ് സർവീസ് നോക്കുമ്പോൾ ഇയാൾ വർക്ക് ചെയ്ത പീരീഡിനേക്കാൾ ഒരു 5 വർഷം കൂടി മാക്സിമം ഇയാൾക്ക് അധികം കിട്ടും. ഇതാണ് സർവീസ് വെയിറ്റേജിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അല്ലാതെ ഇൻക്രിമെൻ്റിലല്ല ഈ 5 വർഷം കൂടി കിട്ടുന്നത്. എന്ന് മുതലാണോ നമ്മൾ VRS എടുക്കുന്നത് അന്ന് മുതൽ അദ്ദേഹത്തിന് പെൻഷൻ ലഭിച്ചു തുടങ്ങും. അപ്പോൾ അതുവരെ സാലറി ആയിരുന്നുവെങ്കിൽ ഏത് മാസം മുതലാണോ VRS എടുക്കുന്നത് ആ മാസം മുതൽ തന്നെ അദ്ദേഹത്തിന് പെൻഷൻ ലഭിച്ചു തുടങ്ങും. അപ്പോൾ VRS കൊണ്ട് ചില ഗുണങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പ്രധാനമായിട്ടും നേരത്തെ തന്നെ നമുക്ക് മുൻകൂട്ടി കുറേ പണം നമ്മുടെ കയ്യിലേക്ക് വരും. നമുക്കത് വെച്ച് നേരത്തെ പ്ലാൻ ചെയ്യാൻ കഴിയും ഓരോ കാര്യങ്ങൾ. മറ്റൊരു ഓപ്പർച്യൂണിറ്റി, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന് ബാധകമാണ്. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകുമ്പോൾ ഒരു VRS എടുത്തിട്ട് പോവുക. പിന്നെ ചിലർക്ക് ജോലി മടുപ്പ് തോന്നും, ഇത്രയും നാൾ ജോലി ചെയ്തു ഇനി ആ ജോലി വേണ്ട എന്നുള്ളവർക്ക് ആ ജോലി ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ സമയം ലഭിക്കും. എന്തായാലും സർക്കാർ ജീവനക്കാർക്ക് ഈ 20 വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന ഈ VRS സൗകര്യം ഒരു മോശം സംഗതിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇത് ഒരു പ്രോത്സാഹനമായിട്ടൊന്നും കരുതണ്ട. സർക്കാർ ജോലിയിൽ ഇരിക്കുന്നിടത്തോളം ജോലി ചെയ്യുക. വളരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരവസരമാണ് ഈ VRS എടുക്കുക എന്ന് പറയുന്നത്. അത് ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി. എന്തായാലും VRSനെ കുറിച്ച്
ഉള്ള പരമാവധി വിവരങ്ങൾ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. ഇനിയും KSRൽ നോക്കിയാൽ ഇതിലും കൂടുതൽ വിവരങ്ങളുണ്ട് നമുക്ക്. പക്ഷേ ഏറ്റവും അത്യാവശ്യപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് നീണ്ടുപോയെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ അധ്വാനം ആവശ്യമുള്ള വീഡിയോകളാണ് വർക്കിംഗ് ക്ലാസ് ചെയ്യുന്നത്. അതുകൊണ്ട് പരമാവധി ആൾക്കാർ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്